ഖത്തറും അമേരിക്കയും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട്. ഖത്തറും അമേരിക്കയും മാത്രമല്ല, എല്ലാ ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക തമ്മിൽ നല്ല ബന്ധമുണ്ട്. അൽ ഉദൈദ് ബേസ് അവിടെയുണ്ട്. ഖത്തറിലെ എയർ ഡിഫൻസ് സിസ്റ്റം താഡാകട്ടെ, പാട്രിയറ്റ് ആകട്ടെ, അതെല്ലാം അമേരിക്ക നൽകിയതാണ്. ഖത്തറിൻ്റെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ, അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്ന് വെച്ചാൽ മേജർ നോൺ നാറ്റോ അലൈ, MNNA എന്ന് പറയും. ഇപ്പോൾ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അലൈ ആയിട്ടാണ് ഖത്തറിനെ കാണുന്നത്. ഖത്തർ അതുപോലെ ട്രില്യൺ കണക്കിന് ഡോളർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മില്യൺ കണക്കിന് ഡോളറിൻ്റെ വിമാനം ഈ അടുത്താണ് ട്രംപിന് ഖത്തർ അമീർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുമായി നോക്കൂ, ഇത്രയും അടുത്ത സൗഹൃദമുള്ളൊരു രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ വഞ്ചിച്ചു, പിന്നീന്ന് കുത്തി എന്നൊരു ഫീൽ ഖത്തറിനുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു അലയാണ്, ഒരു സുഹൃത്ത് രാജ്യമാണ് അമേരിക്ക എന്നതിലേക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ കടക്കുക. അമേരിക്കയുടെ ട്രസ്റ്റ്, അമേരിക്കയുടെ വിശ്വാസ്യതയാണ്, അതിനാണ് ഇതിലേറ്റവും അധികം പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമേരിക്ക അറിഞ്ഞുകൊണ്ട് അനുവാദത്തോടു കൂടിയാണ് നൽകിയതെങ്കിൽ, അല്ലെ അറിയാതെയാണ് രണ്ട് തന്നെയാണെങ്കിലും അമേരിക്കയാണ് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒഫീഷ്യൽ പൊസിഷനെതിരായിട്ടും പെരുമാറാൻ സാധിക്കും വിധം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൽ ഇസ്രായേലിന് സ്വാധീനമുണ്ട്. അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് അവിടുത്തെ ഓഫീസിൻ്റെ ഒരു ഭാഗം തകർക്കപ്പെടുന്നു, 5 ആളുകൾ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ഒരു ഫിസിക്കൽ ഡാമേജിനപ്പുറമുള്ള ഇംപ്ലിക്കേഷൻസ് ഈ മൊത്തം സംഗതികൾക്ക് ഉണ്ടാകുന്നതാണ്.